ഹലോ ഗീസ്, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാൻ പോകാം കേട്ടോ. ഇപ്പോൾ ഇൻഷാല്ലാ നമ്മൾ റമദാൻ മാസമൊക്കെയാണ്. റമദാൻ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ. എൻ്റെ മുസല്ല വാങ്ങണം, ഡ്രസ്സ് എടുക്കാനല്ല മുസല്ല വാങ്ങാൻ പോകാം കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിതാ കുറേ നേരം നടക്കണേ, നടന്ന് നമ്മൾ തച്ചത്തെത്തിക്കണേ. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ പോണത് സേവ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നടന്ന് അവിടെ എത്താനായിക്കണം കേട്ടോ. അതിൻ്റെ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എത്തിയത്. സിഗ്നലിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയത്, കാണിച്ചു. അപ്പോൾ ഇതാണ് സിഗ്നലും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ചുകൂടി നടക്കാണ്ട് കേട്ടോ. ഏകദേശം ഇനിയുണ്ടാവും ഒരു 15 മിനിറ്റ് നടക്കാൻ നമുക്ക് അവിടെ എത്തണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സ്ഥലത്താണ് എത്തിയത്. നമ്മളാ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ ഇവിടെയൊക്കെ ഫുള്ള് അറബികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഫുള്ള് അറബികൾ താമസിക്കുന്ന ഏരിയയാണ്. അറബികൾ വലിയ ലക്ഷറീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ അറബികളെ മാള്, അതേമാതിരി കുറേ ഷൂവിൻ്റെ ബ്രാൻഡ്, നൈക്ക്, അഡിഡാസ്, അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് ഇങ്ങോട്ട് പോയാലുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ആ മാർക്കറ്റ് സേവും പിന്നെ അതേപോലെ തന്നെ ബേഡ്സിൻ്റെ ഷോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ മാർക്കറ്റ് സേവ് മാർക്കറ്റിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ സേവ് മാർക്കറ്റിൽ അത്യാവശ്യം 75% ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മുസല്ല നോക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കും എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് 2 മുസല വാങ്ങണം. ഒന്ന് എനിക്കും ഒന്ന് വേറൊരാൾ കൂടി വാങ്ങാൻ പറഞ്ഞിട്ട്, എൻ്റെ കമ്പനി തന്നെ ഉള്ള വേറൊരാൾ കൂടി വാങ്ങാൻ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കൂടി വാങ്ങാൻ വാങ്ങി പോകാട്ടോ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഷൂഡ് നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ നമ്മളൊരു ഷൂഡ് വാങ്ങും. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ടാണ്. ഏകദേശം നമ്മൾ മാർക്കറ്റ് സേവിൻ്റെ അടുത്ത് എത്തിക്കണം. ഞാൻ കാണിച്ചടാം. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളോട്ട് കയറിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് കയറി നമ്മളെ മുസലയും കാര്യങ്ങളൊക്കെ മുകളിലാക്കുള്ളത്. അപ്പോൾ മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് മുസലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെത്തിയത് ഇലക്ട്രിക്കലിൻ്റെ സാധനത്തിൻ്റെ അടുത്താട്ടോ. ഇവിടാണ് നമ്മളെ മുസലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക കേട്ടോ. നമ്മൾ മുസലിൻ്റെ അടുത്ത് വരിക. ഫുള്ള് പുരേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഉള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അതിനായിട്ടുള്ള അങ്ങനത്തെ സെക്ഷനാണ് കണ്ടോ. ബാംഗ്ലൂർ കാര്യങ്ങൾ അത് റേറ്റ് വരുന്നത് 90 ദിർഹംസ്, 90 അല്ല 100 ദിർഹംസ്. ഇതൊക്കെ ആണെങ്കിൽ 30 ദിർഹംസ്. നമ്മൾ കുറേ നേരമായിട്ട് മുസല്ല തപ്പണം, ഇവിടെ കാണില്ല. നമ്മൾ നോക്കി നോക്കാം. കുറേ നേരം നമ്മൾ തപ്പണം കേട്ടോ. അതാ കിട്ടി. അപ്പോൾ നമ്മളെ മുസലിൻ്റെ സെക്ഷനെത്തി. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 12 ആണോ 13 ഉറുപ്പ്യ തന്നെ. നമ്മൾ നോക്കിയോ കേട്ടോ.
ഇതുണ്ടോ അവിടെ ഫുള്ള് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഉള്ളത് ഫുള്ള്. അപ്പോൾ അതാ കേസ് നമ്മൾ മുസല്ലിൻ്റെ അടുത്ത് എത്തിക്കാം കേട്ടോ. ഇതൊക്കെയാണ് മുസല്ല കേസ്. ഇതിനൊക്കെ 5 ദിർഹംസ് ആയിട്ടുള്ളൂ. 5 ദിർഹംസേ ഉള്ളൂ. ഇതിലിപ്പോൾ നല്ലൊന്ന് സെലക്ട് ചെയ്തെടുക്കണം. 2 എണ്ണം വേണം. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത മുസല്ല. ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മുസല്ല എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഗേൾസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒക്കെ ഗേൾസിൻ്റെ ഏരിയ ആണ്. നമുക്ക് ജെൻസിൻ്റെ ഏരിയക്ക് പോയേക്കാം. ഇതൊക്കെ ഫുള്ള് ഗേൾസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ 2 ഫോണിലായിട്ടാട്ടോ വീഡിയോ എടുത്ത്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റത്തേൽ കുറച്ച് ക്ലിയറും കാര്യങ്ങളൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റേ ബേബീസിനെ ഇടുന്ന കേട്ടോ. ഇതിനൊക്കെ 99 ഉറുപ്പികയുള്ളൂ കേട്ടോ. 99 അല്ല 100 ദിർഹംസ്. നമ്മളതാ പോയി അടുത്ത ജെൻസിൻ്റെ സെക്ഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് എത്തിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ജെൻസിൻ്റെ സെക്ഷന്. ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാളിന് ഇടാൻ വിചാരിച്ചത് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നാണ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനത്തെ വൈറ്റ് ആയിക്കാരും, വൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് പറഞ്ഞു തന്നെ. ഇങ്ങനത്തെ ജുബ് ഐറ്റംസാണ് നമ്മൾ ഈ പെരുന്നാളിന് എടുക്കാൻ ഉദ്ദേശിച്ച്. ജുബ്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു തലയ്ക്കിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും. അപ്പോൾ അതാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഓഫറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. 25% ഓഫാണ്. ഇതൊക്കെ കണ്ടോ, ഇതിന് 39. അതേപോലെ തന്നെ ഇതിനൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ആണെങ്കിൽ 49 ദിർഹംസ് ആണ് കേട്ടോ. 49 അല്ല 50 പ്ലസ് 99 ഇപ്പുറത്തുണ്ട് കേട്ടോ പൈസ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഉടക്കട്ടെ. ഇതൊക്കെ ക്ലോത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മളെ സൈസ് ഉണ്ടായാൽ മതി. നമ്മളെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അടിപൊളിയാണ്. അതാണ് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്നാണ് നമ്മൾ ഈ പെരുന്നാളിന് ഉദ്ദേശിച്ച്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എനിക്കിപ്പോൾ ലൈക്ക് ആയതാ ഈ ബ്ലാക്ക്. എനിക്ക് ലൈക്ക് അയക്കണം. ഇത് നോക്കിയാൽ ബ്ലാക്ക് എനിക്ക് ലൈക്ക് അയക്കണേ. വേറെ ലൈക്ക് ആയില്ല. ആ ബ്ലാക്ക് തന്നെ കേട്ടോ. ഇത് ബ്ലാക്ക് നിങ്ങൾക്ക് എന്താ ലൈക്ക് ആയൊന്നും പറഞ്ഞു തരാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ മുസല്ല മാത്രം എടുക്കാനായിട്ട് വന്നതാണ്. വാങ്ങിയതാണ്. മുസല്ല മാത്രം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതവിടെ പെയിൻറ്റും കാര്യങ്ങളും കളക്ഷൻ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. നോക്കുകയാണെങ്കിൽ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലേസും വാങ്ങാൻ ചാൻസ് ഉണ്ട്. 10 ദിർഹംസാണ് ലേസിന് വരുന്നത്. ഇതൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഒക്കത്തിനും 75% ഓഫുള്ളത് കൊണ്ട് നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും കേട്ടോ. ഈ മുസല്ലക്ക് നാട്ടിലത്തെ എത്ര പേരെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. 140 രൂപയ്ക്ക് ഈ മുസല്ലക്ക് വരിക. ഇത് ചപ്പലിൻ്റെ
കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഷൂവിൻ്റെ കളക്ഷന് കാര്യങ്ങളൊക്കെ, മക്കളെ ഷൂവിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ ഷൂ ഒക്കെ കണ്ടോ, നല്ല രസമുള്ള ഐറ്റാളുണ്ട് കേട്ടോ ഫുള്ള്. പിന്നെ ഗേൾസിൻ്റെ ഏരിയ ആണ് വരുന്നത്, ഗേൾസിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ. എന്താ ബാഗ് ഐറ്റംസ് കണ്ടോ, പോക്കറ്റ് പൈസ ഉണ്ടോ, ഒക്കെ റേറ്റ് വരുന്നത് 60, ചെറിയ ചെറിയ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ, വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് ഒതുങ്ങുന്ന ബഡ്ജറ്റ് ആണ്. പിന്നെ അതാ സ്കൂൾ ബാഗ് കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ഇതാണ് സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ, സ്കൂൾ ബാഗ് ഐറ്റംസ് കേട്ടോ. ഇതാണ് സ്കൂൾ ബാഗ് വരുന്നത്. ഇത് ട്രോളി ഐറ്റംസ്. നമുക്ക് ആംബറൊന്നും ചെയ്യാൻ പറ്റിയ മോഡലൊന്നും ഇല്ലെങ്കിലും എന്നാലും കേട്ടോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആംബർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതേമാതിരി ആംബർ അല്ല കേട്ടോ, നമ്മൾ മുട്ടൈഡലിന് കൊടുക്കല്ലോ, അതിൻ്റെ ഇങ്ങനെ എന്താ ആംബർ ബോക്സ് വേറെ തന്നെ ആണല്ലോ. അതേപോലെ നമ്മൾ തിയേറ്റർ മോഡൽ ടി വി ഇതാക്കണം, തിയേറ്ററിൽ പോയ ഫീലിംഗ് ഉണ്ടാവും ഇതൊക്കെ വെച്ച് കണ്ടാൽ. തിയേറ്ററിൽ പോയ ഫീലിങ്സ് ഉണ്ടാവും. നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തെത്തി. ഇവിടെ ഇലക്ട്രിക്കിൻ്റെ സെക്ഷനാണ്. പിന്നെ വേറെ ഡ്രിമ്മർ കാര്യങ്ങളൊക്കെ, പിന്നെ എയർ കാര്യങ്ങളൊക്കെ ചൂടാക്കണതിൻ്റെ ഇത്. ഇപ്പം നമ്മളെത്തി ടാബ്ലറ്റിനൊക്കെ 100 ദിർഹംസാണ്. അതായത് 100 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 1000 രൂപ. 1000 രൂപയാണ് വരുന്നത് 100 ദിർഹംസ്. 1000 അയക്കാരം. ചിലപ്പോൾ എന്താ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എന്നിരുന്നാലും 1000, 1300 അതിൻ്റെയൊക്കെ എടുത്തായിട്ട് വരും. നമ്മളെ പവർ ബാങ്ക് ബോട്ടിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, എനിക്കൊന്ന് വേണം. 50 രൂപ കേട്ടോ, 50 രൂപ അല്ല ദിർഹംസ്. ഗെയിമിംഗ് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചറാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. സാധനം എന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. അറിയൂല, എനിക്ക് അറിയെങ്കിൽ പറഞ്ഞു. നമ്മൾ ഫോട്ടോ കണ്ട് എന്താ ചിപ്സ് എന്താക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു, അത്ര എനിക്കറിയോ. അതേമാതിരി നമ്മൾ ഇസ്തിരിപ്പെട്ടി, ഇതിനെന്തായാലും പറയാ കൂളർ എന്നല്ലേ, കൂളറാണ്, കൂളറല്ലേ, കൂളറായിട്ടാണ്, കൂളർ എന്നാണ് തോന്നിയിട്ട്. ഇതിൻ്റെ കൂളർ. അപ്പോൾ കൂളറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതെന്തോ സാധനം, ഇതങ്ങനെ എന്തോ സാധനമാണ് ഏതായാലും. പിന്നെ നമ്മൾ ലക്ഷറി ഫ്രിഡ്ജ് ഐറ്റംസ് 1698. ഇതിനൊക്കെ റേറ്റ് നല്ല കുറവുണ്ട് കേട്ടോ, 1269 ഫുള്ള് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ ഇവിടെ കാണാനേ കഴിയാൻ നമുക്ക് വാങ്ങാൻ പറ്റൂല. വാങ്ങാൻ കഴിയാൻ മതിയാവും. വാങ്ങി നാട്ടിലെത്തുമ്പോഴേക്കും നാട്ടിലത്തെ ഇരട്ടി പൈസ ആവാൻ മതിയാവും കേട്ടോ. അവിടെ ആകുമ്പോൾ ടാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ വാങ്ങി നമ്മൾ നാട്ടിലേക്ക് കൊടുത്തയച്ച് അവിടേക്ക് എത്തുമ്പോഴേക്കും ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിങ്ങാൻ ഇരട്ടി പൈസ. അതിനും നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യും. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. വേറൊരു സാധനം പറഞ്ഞാൽ ഈ ബൈക്ക്, ഇതാണ് വേറെ സാധനം. ഇതിനെത്ര 120 സ്പീഡിലായിട്ട് പോട്ടോ ഈ സാധനം. 120 സ്പീഡിലായിട്ട് പോട്ടോ. നല്ല പവർഫുൾ സാധനമാണ്. നമ്മൾ നാട്ടിലോ കൊണ്ടുപോയാൽ നാട്ടിൽ നിന്ന് കളിപ്പിക്കുക. ഇത് മസാജ് ചെയ്യുന്ന, ഹെയർ മസാജ് ചെയ്യുന്ന എന്തൊരു സംഭവമാണ്. ഹെയർ അല്ല,
ബോഡി മസാജിങ്ങിൻ്റെ ഇതെനിക്ക് തോന്നുന്നത് കർട്ടൻ ഐറ്റംസ് ആണോ, മേശൻ്റെ സുബ്രാന്ന് തോന്നുന്നു, മേശ വിരിക്കണ. ഇത് പിന്നെ നമ്മളെ മറ്റേ വേസ്റ്റ് ചെയ്താക്കുന്ന സാധനം. ഇപ്പം നമുക്ക് അടുത്തത് നമ്മളത് ഏതായാലും നമ്മളെ പർച്ചേസിങ് ഏതായാലും കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ താഴോട്ട് പോകാം. പിന്നെ നമ്മളെ ഈ മുസല്ല പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത നമ്മൾ താഴോട്ട് പോകാം. അപ്പോൾ അതാ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകാട്ടോ. ഇതെവിടെ ബില്ലടിക്കലുള്ള എനിക്ക് ഓർമ്മയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ബില്ലടിക്കലുള്ള എനിക്ക് ഓർമ്മയല്ലോ. നമുക്ക് ഏതായാലും പോയോക്കാം, തപ്പി നോക്കാം, അല്ലാണ്ട് വേറെ വയ്യൊന്നും ഇല്ലല്ലോ. ബില്ലടക്കലും എനിക്ക് ഓർമ്മ വേറെ സ്ഥലത്തേക്കാണ് എത്തണം. വാച്ച് കാര്യങ്ങളാണ് റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതൊക്കെ ഒറിജിനലാ? ടോയ്സ് ഐറ്റംസ് ഇതൊക്കെ ഒറിജിനൽ ആയിക്കോട്ടോ. സാധനമൊക്കെ ഒറിജിനൽ, 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഗേൾസിൻ്റെ വാച്ച് തരണം, ഗേൾസിൻ്റെ വാച്ചും കാര്യങ്ങളും. എന്ത് ബോയ്സ് ഉണ്ടാവും, ഇത് ജെൻസിൻ്റെ വാച്ചാണ്. ഇതാട്ടോ പൊന്നി, തിരൂർ പൊന്നി ഐറ്റംസ് ആക്കണം അവിടെ. പവനെത്ര? 15 റുപ്യ അങ്ങനെ എന്താട്ടോ വരുന്നത്. അതേമാതിരി ഇതാ ബണ്ണ്, ക്രാബില്ലാന്ന് തോന്നുന്നു, ബണ്ണ് ഉള്ളത്. ബണ്ണ്, കീ ചെയിൻ ഐറ്റംസ്, പിന്നെ മാല, തസ്ബീ മാല, കൗണ്ടർ, മോതിര ഐറ്റംസ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാ ക്രാബ്, ഇത് നമ്മളെ നാട്ടിൽ ഇപ്പം കളിപ്പിച്ചിട്ടുണ്ടോ അറിയില്ല, ആദ്യം കളിപ്പിച്ചിരുന്നു. എൻ്റെ ഫാൻസിയിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനത്താണ് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയില്ല. ഇതൊക്കെ നാട്ടിൽ നമ്മളെ ഫാൻസിയും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. വേറെ ഇതാക്കണം, ഫ്ലവർ ക്രാബ് കാര്യങ്ങളൊക്കെ ഇതാക്കണം കേട്ടോ. പിന്നെ ഇതിന് ഹെയർ ബാൻഡ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതാക്കണം. ലോകത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഏറ്റവും വലിയ കോഴിമുട്ട ഇതാട്ടോ, വലിയ മുട്ട. അതേമാതിരി ഇതൊക്കെ കിഡ്സ് ഐറ്റംസിൻ്റെ ഏരിയകളാണ് കേട്ടോ. കണ്ടോ, പൂള് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അവിടെ ആളുണ്ട് കേട്ടോ. കേട്ടോ ഇത് ടോയ്സ് ആട്ടോ, കാർ ഐറ്റംസ്. ഇതിനൊക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ, വലിയ ബഡ്ജറ്റൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ച് ഇവിടുന്ന് വാങ്ങുന്നതാണ് ബെറ്റർ, കംഫർട്ടബിൾ ഇവിടുന്ന് വാങ്ങുന്നതാണ്. മൊമെൻറ്റോ നമ്മൾ നേരത്തെ ഒരു സാധനം കണ്ടിട്ട് കേട്ടോ, 99. ഇത് ലോക്കലാണ് കേട്ടോ. ഇതാ ബൈക്ക് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് പോലാട്ടോ, റേറ്റ് ടച്ച് 499. ഇപ്പുറത്തൊരു കേല് കൊടുത്താൽ റെഡിയായി. സൈക്കിൾ ഐറ്റംസ് ഇതാക്കണം. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നിരുന്നാലും. അതേമാതിരി നമ്മളിതാ ടെഡി ബിയറിന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടെഡി ബിയർ തന്നെയല്ലേ പറയാ, ലാർജ് സൈസ് ചൈനൻ്റെ ഐറ്റംസ്. ഈ വലിയ ഈ സാധനത്തിൻ്റെ എത്ര ഇതാട്ടോ, ആംബർ ബോക്സ് ആക്കണം കേട്ടോ. ആംബർ ബോക്സ്
ആകെ 2 പീസേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് ഇവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. അതേമാതിരി ബിൽഡിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ അതാക്കണം. മുട്ടൈൻ്റെ സെക്ഷനിലാട്ടോ. ഇത് കുനാഫാണ്. സ്നിക്കേഴ്സ്. ഇതിൻ്റെ എത്താ ഓറിയോൻ്റെ എന്തൊരു മുട്ടയാണ്. ഡയറി മിൽക്ക് ഇതാക്കണം. ഒക്കെ മുട്ടേൻ്റെ സെക്ഷനാണ്. ബൾക്കായിട്ട് ഉള്ളതുകൊണ്ട്. പിന്നിപ്പോൾ ഞാൻ അങ്ങോട്ടും കുറേ സാധനം കിട്ടുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങോട്ട് ഇതാ ഷാമ്പു, കണ്ടീഷണർ, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഇതിനൊക്കെ പിന്നെ സെയിം റേറ്റ് ആയിരിക്കും. 21 സെയിം റേറ്റ് ആയിരിക്കും. ഇതാ ഗേൾസിൻ്റെ മെയിൻ സാധനം കേട്ടോ. ലിപ്സ്റ്റിക് ആണോ? ലിപ്സ്റ്റിക് മേക്കപ്പ് സെറ്റ് സാധനങ്ങളാണ്. ഗേൾസിന് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാട്ടോ പറയല്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. അപൂർവങ്ങളിൽ അപൂർവം മാത്രം ഗേൾസിൻ്റെ സാധനങ്ങളുണ്ട്. നാച്ചുറലായിട്ട് നിൽക്കണവരും ഉണ്ട്. പിന്നെ ഏത് മേഖലയിലും ഗേൾസിനാട്ടോ സാധനം കൂടുതലുള്ള. ബോയ്സിന് ഇല്ല. ബോയ്സിൻ്റെ ഒരു 30% സാധനങ്ങളും ബാക്കി ഗേൾസിനാണ്. നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് ഇവിടേക്ക് വരണം. കുറച്ച് പർച്ചേസ് ചെയ്യണം നമുക്ക് വിചാരിക്കണേ. എന്തൊക്കെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തൊക്കെ ഉണ്ട്, നമുക്കറിയാത്ത കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ തിരുമ്പണ നേരത്തും തൊടിക്കണ നേരത്തൊക്കെ ഇതേമാതിരി അവിടെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ പിസ്ത, ബദാം, പിസ്തയും പറയാം. പക്ഷേ ഈ ഏരിയയിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ റേറ്റ് കൂടുതലാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഇവിടെ റേറ്റ് കൂടുതലാണ്. ഞാൻ അധികം പോയി. ഞാനും ഏകദേശം ടയർഡായി അയക്കണം. ഇപ്പം നമ്മളേതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം കേട്ടോ. ഇവിടുത്തെ ഈ സേവ് മാർക്കറ്റത്തെ വീട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളതാ ഇറങ്ങിക്കണേ. നമ്മളതിനിപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് തന്നെ പോവാട്ടോ. കുറേ നടക്കാണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെ പോവാട്ടോ. അങ്ങനെ നമ്മൾ പോയതാ. നമ്മൾ ഇനി റൂമിലേക്ക് പോവാട്ടോ. അവിടെ വന്ന് സാധനം വാങ്ങി ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ പുറമുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ കാണാൻ ഇവിടെ ഈ ഏരിയക്ക് നമുക്ക് ഉഷാറാട്ടോ. നമ്മളെ ആ കച്ചേന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഫുള്ള് ഒരു മൈൻഡൊക്കെ ഒന്ന് റെഡി ആവും ഈ ഏരിയക്ക് വന്നാട്ടോ. ഏരിയ ആകുമ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയിക്കും. പക്ഷേ ഈ ഏരിയക്ക് എത്തുമ്പോൾ കുഴപ്പമില്ല. അവിടെ ഫുള്ള് ഫാമിലിയും അതേപോലെ തന്നെ അറബികളും എല്ലാവരും ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഫുള്ള് നമ്മളാ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ജുമാക്ക് പള്ളിയിൽ ഖുതുബ ഓതുമല്ലേ, ആ ടൈമിന് ഉറുദു അതേമാതിരി ഹിന്ദി ഈ ലാംഗ്വേജിലൊക്കെയാണ് ഖുതുബ ഓതുക. അപ്പോൾ ഈ ഏരിയക്ക് വന്നാൽ പക്ക നല്ല അറബി ഖുതുബയായിട്ട് തിരിച്ചു പോവാം. നമ്മളെ കയ്യിൽ ഖുതുബ അറബിയിലായിരിക്കണം എന്നാണല്ലോ. പക്ഷെ ഇവിടേക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ബംഗാളികളെ സ്ഥലമാണ്. ഹിന്ദി അതേമാതിരി ഉറുദു അങ്ങനത്തെ ലാംഗ്വേജിലൊക്കെയാണ്
ഇവിടെ കുത്തുബയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നമ്മളൊരു പർച്ചേസിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ടൈം അധികമല്ല, എന്നിരുന്നാലും ചിലപ്പോൾ നമ്മൾ എന്താക്കും ഷൂയും പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏതായാലും ടൈം ഇവിടെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതായാലും ടൈം 10:14 ആയിക്കണം. നമ്മൾ ഇറങ്ങിയെന്ന് വെച്ചാൽ റൂമിൽ നിന്ന് ഇറങ്ങിയത് 8:30-ക്കാണ്. ഇപ്പോൾ 10:14 ആയിക്കണം. അപ്പോൾ അതിനകത്രം നടന്നിക്കണം കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സിഗ്നലിൻ്റെ അടുത്താട്ടെത്തി. അപ്പോൾ നടക്കുക പറഞ്ഞാൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് നടക്കാണ്ടിട്ട് നമ്മൾ റൂമിലേക്ക് ഇവിടുന്ന് ഈ സേവ് മാർക്കറ്റിൽ നിന്ന് 40-45 മിനിറ്റ് നടക്കാണ്ട് റൂമിലേക്ക്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം തീരുമാനമാവും. എന്നിരുന്നാലും നമ്മൾ മാക്സിമം എന്താക്കും ഷൂ പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ പർച്ചേസും കൂടി നമ്മൾ ഇന്ന് കഴിക്കും. നല്ല ഏതോ ബ്രാൻഡാ ഏതോ നോക്കിയിട്ട് എന്താക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നാളെ മറ്റന്നാളോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ട് ഷൂ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഷൂവിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, റേറ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യത്തോ നമ്മളെ നാട്ടിലത്തോ ഇവിടുത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വാങ്ങാമല്ലോ. നാട്ടിലൊരു 14-15 റുപ്യ വരുന്ന ഷൂക്ക് ഇവിടെ ഏകദേശം 14,000 15,000 ഒക്കെ വരുന്ന ഷൂ ഉണ്ടല്ലോ, അതിന് ഇവിടെ നോക്കുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാകാറ് ഇവിടുത്തെ നോക്കുമ്പോൾ നാട്ടിലത്തെ 2,000-3,000 റുപ്യാണ് ഇവിടെ വരിക. ചിലപ്പോൾ അതിലും കുറയും കേട്ടോ. കൂടുതലും 1000, 1200, 2000, 2500, 3000 ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള സാധനം കിട്ടും. ഒറിജിനൽ കിട്ടും, പക്ക ഒറിജിനൽ, ഒരിക്കലും ഡ്യൂപ്പാവില്ല, പക്ക ഒറിജിനൽ സാധനം. ഗേൾസിൻ്റെ ആണ് ഗേൾസിൻ്റെ ഉണ്ട്, ബോയ്സിൻ്റെ ആണ് ബോയ്സിൻ്റെ. ഗേൾസിൻ്റെ സാധനം നമ്മളിപ്പോൾ കയറിയ സേവ് മാർക്കറ്റിൽ തന്നെ ഫാൻസി ഐറ്റംസും അതേമാതിരി കാണിച്ച പോലെ തന്നെ ഫാൻസും അതേമാതിരി ലിപ്സ്റ്റിക്ക്, ഐലൈനർ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സാധനവും എല്ലാം അധികം തന്നെ ആയിട്ട് നല്ലോണം ഉണ്ട്. വൃത്തിയുള്ള സാധനം നല്ല ഉണ്ട്. അപ്പോൾ ഈ ദുബായ് അജ്മാൻ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അജ്മാൻ ഏരിയ ഇൻഡസ്ട്രിയൽ 2-ൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. മാർക്കറ്റ് അല്ല, സേവ് മാർക്കറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറിൻ്റെ ഓഫർ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലൊരു 10 റുപ്യക്ക് ഒരു സാധനം വാങ്ങിയാൽ അത് അതിൻ്റെ ഒരു ഉറുപ്യ എന്താക്കും നമ്മളെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു കിട്ടും. നമ്മളെ നാട്ടിൽ നമ്മളിപ്പോൾ ഈ മാവേലിയിലൊക്കെ പോയി ഞാൻ സാധനം വാങ്ങിയാൽ സബ്സിഡി കയറൂലേ, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ആപ്പ് ഉണ്ട്, ഇന്നത്തെ വി റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, സാധനം വാങ്ങുക. സാധനം വാങ്ങിയിട്ട് ബില്ലടിക്കുന്നിടത്ത് പോവുക. ബില്ലടിക്കുന്നിടത്ത് പോയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതായത് UAE-യിലത്തെ ഫോൺ നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും ഈ റിവാർഡും കാര്യങ്ങളൊക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് ആഡാകും. അപ്പോൾ അത് ആഡായി കഴിഞ്ഞാൽ അങ്ങനെ 10 വട്ടം നമ്മൾ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10 റുപ്യയാവും. 10 റുപ്യ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ പൈസക്ക് സാധനം വാങ്ങുക, അല്ലെങ്കിൽ എന്താക്കാം നമുക്ക് എന്ത് ചെയ്യുക, ആ പൈസ ആണെങ്കിൽ കൈമ കിട്ടുകയും ചെയ്യും. അതായത് റിട്ടേൺ ആയിട്ട് ക്യാഷും കിട്ടും. ഓരോ റുപ്യ വെച്ച് ഓരോ പർച്ചേസിങ്ങിൽ നമുക്ക് സേവ് ചെയ്യാം. നാട്ടിലത്തെ 1 റുപ്യ അല്ല കേട്ടോ, ഇവിടുത്തെ 1 റുപ്യാണ്. നാട്ടിലത്തെ 1 റുപ്യ പറഞ്ഞാൽ നമുക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ 1 റുപ്യ എന്നാണ് നാട്ടിൽ 25 റുപ്യ ആയല്ലോ. അപ്പോൾ പിന്നെ കുറച്ചൊരു വാല്യൂ നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഏതായാലും ഷൂ ഇന്ന് പർച്ചേസ് ചെയ്യില്ലെങ്കിൽ ആ ഷൂവിൻ്റെ വീഡിയോ നാളെ മറ്റന്നാളോ ആയിട്ട് എന്തായാലും ഞാൻ ഇടും. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇൻഷാ അല്ലാ നോക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേറൊരു സംഭവം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു.
ഒരു ലേസ്. അപ്പോൾ ലേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ നോക്കിയെടുത്ത് ഞാൻ ആ ലേസ് സംഭവം കണ്ടില്ല. ഇവിടുത്തെ ലേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം. എനിക്കൊരു നമ്മളെന്തെങ്കിലും ഒരു സംഭവം ഒരു ഹരമുള്ള സംഭവം എന്തെങ്കിലും കഴിച്ചാൽ അതിലാണ് ഇവിടുത്തെ ലേസ് കഴിച്ചാൽ എനിക്ക് തോന്നൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അതുകൊണ്ടാണ്. അപ്പോൾ ലേസ് ഏതല്ല സേവ് മാർക്കറ്റ് ഞാൻ തപ്പിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ എവിടെ ഉണ്ടോന്നുള്ള ഓർമ്മയില്ല. പിന്നെ ഞാൻ ഡൗൺ ആയതുകൊണ്ട് ഏകദേശം ഡൗൺ ആയതുകൊണ്ട് പെട്ടെന്ന് നിർത്തി പോകുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷൂ പർച്ചേസ് ചെയ്യാനേ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ വയ്യേക്ക് വരും. റമദാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഞാൻ അവിടെ കാണിച്ചതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് അതിലേതാണ് ലൈക്കായി എന്നുള്ളത് പറയാം. അപ്പോൾ അതും പർച്ചേസ് ചെയ്യണം നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പോക്കൂടി നമ്മൾ എന്തായാലും ഇൻഷാല്ലാ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പം എല്ലാവരും ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ, പിന്നെ കാണാം. ഓക്കെ.